नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ। നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ നമുക്കറിയാം, 2-3 ആഴ്ച മുമ്പ് ഹണി റോസ് ബോച്ചെ വിഷയം ഭയങ്കരമായിട്ട് വൈറലായി കത്തി നിന്ന ഒരു സംഭവമാണ്. ഹണി റോസിനെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആരും നമ്മുടെ ഈ ബോച്ചെ നടത്തുന്നു. അതിനുശേഷം ഹണി റോസ് കൊണ്ട് കേസ് കൊടുക്കുന്നു. ബോച്ചെ ജയിലിലാകുന്നു. 2-3 ആഴ്ചക്ക് ഒരാഴ്ച വരെ എന്ത് ചെയ്യുന്നു, ജയിലിൽ കിടക്കുന്നു. റിമാൻഡിലായിരുന്നു, തിരിച്ചിറങ്ങി വന്നു. നമുക്കറിയാം, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ചെമ്മണ്ണൂർ ജുവലറി ഈ വേൾഡ് വൈഡ് ആണ് അല്ലെ. അപ്പം പലയിടത്തും എല്ലാ മിക്കയിടത്തും രാജ്യത്തല്ല മൊത്തം നമ്മുടെ അങ്ങനെ പലയിടത്തായിട്ട് പുള്ളിക്ക് ഈ പറഞ്ഞുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോ ഈ പറയുന്ന ഹണി റോസ് ആയിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറികളിൽ ഉദ്ഘാടനത്തിനായി വന്നത്. ഈ പറയുന്ന ഹണി റോസ് ആയിരുന്നു. ഹണി റോസുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഹണി റോസ് പിന്നെ പോകുന്ന പല ഈ പറയുന്ന ഉദ്ഘാടന വേദികളിലും ഹണി റോസിന് ആൾക്കാർ കൂടുന്നുണ്ട് എങ്കിലും പ്രതിഷേധങ്ങൾ പലതും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഹണി റോസ്. അപ്പൊ ഇനി അടുത്തത് ഈ ബോബി ചെമ്മണ്ണൂർ ഈ ഹണി റോസിന് ബദലായിട്ട് ആരെ കൊണ്ടുവരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. ഹണി റോസ് എന്ന് പറയുമല്ലോ, ആ ഒരു ആകാര വടിവൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇഷ്ടമാരി കൂടുമായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഒരു വിഷയം, അത് എന്തായാലും അങ്ങോട്ട് മനസ്സിനകത്തൊരു ഒരു ദേഷ്യം കാണുമല്ലോ. അപ്പൊ അടുത്ത ആളെ കൊണ്ടുവരുമ്പോ ഹണി റോസിനേക്കാളും മെച്ചമുള്ള ഒരാളെ കൊണ്ടുവരണല്ലോ. പക്ഷെ അവിടെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്മാൻ എങ്ങനെ പറയാം, അയാളുടെ ഒരു മാസ്റ്റർ മൂവ് ആണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടവരും ഒരു ബിസിനസ് മൈൻഡിൽ പുള്ളി ചിന്തിച്ചുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞ ഹണി റോസിന് ഒരു ചുട്ട മറുപടി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹണി റോസിന്റെ ചെകിട്ടത്ത് കിട്ടിയ ഒരു അടി പോലെയാണ് എനിക്ക് ഈ ഒരു തീരുമാനം തോന്നിയത്. മറ്റൊന്നുമല്ല, ഇനിയിപ്പം മറ്റന്നത് ഈ വരാൻ പോകുന്ന വാലന്റൈൻസ് ഡേയില് അതായത് ഫെബ്രുവരി 14-ാം തീയതി അല്ലെ. ഈ 14-ാം തീയതിയാണ് വാലന്റൈൻസ് ഡേ. അന്നാണ് കാലിക്കട്ട് പുള്ളിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം. അവിടെ ഉദ്ഘാടിക്കാൻ വരുന്നത് ഈ പറഞ്ഞ ഹണി റോസോ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ പെട്ട അന്ന റോസോ അങ്ങനെയുള്ള കുറെ കക്ഷികളുണ്ടല്ലോ. അവരാരുമല്ല, ഒരു സെലിബ്രിറ്റിയുമല്ല, ഒരു താരപരവേശമുള്ള ഒരുത്തിയെയും വിളിക്കുന്നില്ല. വരുന്നത് ഒരു നാടോടി പെണ്ണ്. അതായത് തെരുവുകൾ തോറും ഈ പറയുന്ന ക്ഷേത്രങ്ങൾ തോറും ഉത്സവപ്പറമ്പ് തോറും മാല വിറ്റ് നടന്ന ഒരു നാടോടി പെൺകുട്ടി, വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നാടോടി പെൺകുട്ടിയാണ് ഈ പറയുന്ന ബോച്ചെ തന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്, പുതിയ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതൊരു മാസ്റ്റർ മൈൻഡ്, ഒരു മാസ്റ്റർ മൂവ് എന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന ആരെയാണ് കൊണ്ടുവരുന്നതെന്ന് അറിയുമ്പോൾ, വെറും 16 വയസ്സുള്ള മൊണാലിസ ബോസ്ലെ എന്ന് പറയുന്ന 16 വയസ്സ് മാത്രം പ്രായമുള്ള ചാര കണ്ണുള്ള സുന്ദരി. അതായത് പലവരും ഈ പറയുന്ന ഈ മൊണാലിസയെ ഐശ്വര്യ റോയുമായി എന്ത് ചെയ്തു, താരതമ്യപ്പെടുത്തി അവളെക്കാളും സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയ 16 വയസ്സ് മാത്രം പ്രായമുള്ള സ്കൂളിന്റെ പടി പോലും ചവിട്ടിയിട്ടില്ലാത്ത ഒരു നാടോടി പെൺകുട്ടിയാണ് ആർക്ക് പകരം കൊണ്ടുവരുന്നത്, ഈ പറയുന്ന ഹണി റോസിന് പകരം കൊണ്ടുവരുന്നത് എന്നറിയുമ്പോൾ അതാണ് ഒരു മൂവ്, ഒരു മാസ്റ്റർ മൂവ് എന്ന് പറയും. നിങ്ങൾ നോക്കിയിരുന്നോ, ഈ പറയുന്ന ഹണി റോസിന് വന്നപ്പോൾ ഉള്ള ജനങ്ങളെക്കാളും കൂടുതൽ ജനം ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വരും. അത്രയ്ക്ക് വൈറലായ ഒരു പെൺകുട്ടിയാണ് ഈ മൊണാലിസ. ആരെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് ഈ മൊണാലിസയെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കും. ഇനി ഞാൻ ഒരു ചെറുതായിട്ട് പറയാം. ഈ മൊണാലിസ ആരെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം മഹാകുംഭമേളയിൽ അവിടെ മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു നാടോടി പെൺകുട്ടി. വെറും 16 വയസ്സ്. തന്റെ അച്ഛനും അമ്മയുടെയും കൂടെ അനിയത്തിയുടെയും കൂടെ എന്ത് ചെയ്തു, അനിയത്തിയോ ജ്യേഷ്ഠനോ ആണ് കൂടെ എന്ത് ചെയ്തു, മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി. അവിടെ വെച്ച് ഒരു യൂട്യൂബർ വന്ന് ഈ പെൺകുട്ടിയുടെ എന്ത് ചെയ്യുന്നു, ചെറിയ ഒരു ബൈറ്റ് എടുക്കുന്നു, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് കോടിക്കണക്കിന് ആൾക്കാർ കാണുകയും ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന പിന്നെ സമയം കൊണ്ട് ഈ മൊണാലിസ ലോക പ്രശസ്തിയിലേക്ക് വരുന്നു. അത്രയ്ക്ക് വൈറലാകുന്നു. ആ പെൺകുട്ടിയുടെ, ആ 16 വയസ്സുകാരി പെൺകുട്ടിയുടെ സൗന്ദര്യം ലോകം മൊത്തം വാഴ്ത്തിപ്പാടുന്നു. ഐശ്വര്യ റോയിയെക്കാളും സുന്ദരിയാണ്. അവളുടെ ഓരോ പൊസിഷനിൽ നിന്നുള്ള ഫോട്ടോസ്, അവളുടെ കണ്ണെന്ന് വെച്ചാൽ വെള്ളിക്കണ്ണാണ്. ആ ചാര കണ്ണുകൾ കാണുമ്പോൾ ആ സൗന്ദര്യം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ യൂട്യൂബേഴ്സിന്റെ ഒരു മേളമായി തള്ളിക്കയറ്റമായി പെൺകുട്ടിക്ക് പുറത്തിറങ്ങാനും കൂടി സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പെൺകുട്ടിയെ പിന്നീട് ആരൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഈ പെൺകുട്ടി മുമ്പ് ഈ മാല വിറ്റുകൊണ്ട് നടന്നില്ലേ, ആ സമയത്തുള്ള ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം.
माला ले लो, माला ड्रग्स मैम जाओ यहाँ से, मुझे माला। तो गाइस हम आए इंदौर से। नहीं मैं नहीं बताऊंगी। കണ്ടല്ലോ, ഇതായിരുന്നു മൊണാലിസ. പാവപ്പെട്ട ഒരു എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഇത് കഴിഞ്ഞ വേറെ ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു ഉത്സവത്തിൽ ആരോ പോസ്റ്റ് ചെയ്തു, അത് ഒരു അപ്പടി കുറച്ച് വൈറലായി അങ്ങ് മാറി. പിന്നെ ഈ വർഷം ഈ മഹാകുംഭമേളയല്ല, മഹാകുംഭമേള എനിക്ക് 146 145 വർഷത്തിൽ ഒരിക്കൽ എന്തോ നടക്കുന്ന ഒരു ഹിന്ദു മത ആചാരപ്രകാരമുള്ള ഒരു കുംഭമേള, ലോക പ്രശസ്തി ആർജിച്ച ഒരു മേളയാണ്. അവിടെ ഒരു മനുഷ്യായുസിന് ഒരിക്കൽ മാത്രമേ അവിടെ പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവിടെ രണ്ടാമത് ഈ പെൺകുട്ടി വരുന്നു. ഈ രണ്ടാമതും മറ്റൊരു യൂട്യൂബർ എന്ത് ചെയ്യുന്നു, ഈ പെൺകുട്ടിയുടെ വീഡിയോ വീണ്ടും ചിത്രീകരിക്കുന്നു. അതിനുശേഷം പെൺകുട്ടിക്ക് അത്രമേൽ വൈറലായി പെൺകുട്ടി. അതിനുശേഷം പെൺകുട്ടി കരഞ്ഞുകൊണ്ടൊക്കെ പറയാം, എല്ലാവരും വന്ന് എനിക്ക് മാല വിൽക്കാൻ സമ്മതിക്കുന്നില്ല, എല്ലാവരും വന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു, എന്റെ മാല വിൽപ്പന നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പല കേസുകളും ഉണ്ടായിരുന്നു. ഇപ്പോ ആ പെൺകുട്ടി, ആ വൈറൽ താരത്തെയാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ പുതിയ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കാലിക്കറ്റിൽ ആ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതും കൂടി കണ്ടോളൂ. नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चेम्मन्नूर। आप मुझसे मिलने के लिए आओगे ना? ബൈ ബൈ. കണ്ടാ, ഇതാണ് ആ പെൺകുട്ടിയുടെ പോസ്റ്റ്. ഈ പോസ്റ്റിലും പെൺകുട്ടി പറയുന്നത്, പെൺകുട്ടിക്ക് വലുതായിട്ട് ഈ പറയുന്ന എന്താണ് വിദ്യാഭ്യാസം ഒന്നുമില്ല. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത്, ഈ പെൺകുട്ടിയെ എന്ത് ചെയ്തു, ബോളിവുഡിലേക്ക് സെലക്ട് ചെയ്തു, ഒരു നായിക നടിയായിട്ട് ബോളിവുഡിലേക്ക് ആൾക്കാർ എടുത്തു എന്നുള്ള വാർത്തയും അത് സത്യമാണ്. അങ്ങനെ ഒരു വാർത്ത വന്നു. കാരണം അത്രയ്ക്ക് ഈ ഇടയ്ക്ക് എനിക്കൊന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും സെൻസേഷണൽ ആയിട്ട് വൈറലായ, ലോകം മൊത്തം അറിഞ്ഞ ഒരു പെൺകുട്ടി വേറെ ഉണ്ടാവത്തില്ല. മനസ്സിലായി? അത്രയ്ക്ക് പാവപ്പെട്ട നമ്മുടെ ഒരു നാടോടി കുടുംബത്തിലുള്ളതാണ്. അതായത് തെരുവുകൾ തോറും മാലകൾ വിറ്റ്, അതാണ് അവരുടെ ഉപജീവന മാർഗം അല്ലെ. ആ മാല വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന, സ്കൂളിലൊന്നും പോകാൻ നിവൃത്തിയില്ലാതെ കൊച്ചിലെ, നമുക്കറിയാമല്ലോ ഇവിടെ നമ്മുടെ നാടോടികൾ, കൊച്ചിലെ പ്രസവിച്ച് വീണ 1-2 വയസ്സുള്ള ഇവരെ ബേക്കലി ഇങ്ങനെ നടക്കും. ഓരോ ഉത്സവ പറമ്പുകളോടും കയറി ഇറങ്ങി മാല വിറ്റ് തന്റെ ഉപജീവന മാർഗം നടത്തിയിരുന്ന പെൺകുട്ടി ഇന്ന് ബോച്ചയുടെ എന്ത് ചെയ്തു, ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടി. ഇനി ബോച്ച കൊടുക്കുന്ന സമ്മാനം മറ്റൊന്നുമല്ല, 2 പവന്റെ സ്വർണം എന്നാ പറയുന്നത്. അത് അവിടെ വെച്ച് കൊടുക്കുന്ന സമ്മാനം. അതിന്റെ കൂടെ വരുന്നതിലും കൂടെ 2 പവൻ നമുക്ക് അറിയാമല്ലോ, ഏതാണ്ട് 1.5 ലക്ഷം രൂപയാവും. 2 പവന്റെ സ്വർണം അവിടെ വെച്ച് ഇട്ട് കൊടുക്കുകയും, നമുക്കറിയാം ഈ സെലിബ്രിറ്റിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് തോന്നുന്നു ഹണി റോസിനൊക്കെ 10-12 ലക്ഷം എന്തൊക്കെയാണ് ഒരു ഈ പറയുന്ന എന്താണ് ഒരു ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്നത്. ഇപ്പൊ ഈ ബോച്ചയുടെ ഈ ഒരു മൂവ് ഇനി മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രേരിപ്പിക്കുന്നത്. എന്തിനാണ് ഈ സെലിബ്രിറ്റീസിനെ മാത്രം ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഈ പണം മൊത്തം കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് അഹങ്കാരങ്ങൾ കൂടുന്നത്? ഇതുപോലുള്ള വൈറലായ പാവപ്പെട്ടവരെയും കൊണ്ടുവന്ന് അവർക്കാകുമ്പോൾ ഇതിന്റെ 4 കൊടുത്താൽ മതി അല്ലേ. അവർക്ക് 10 ലക്ഷം കൊടുക്കണമെങ്കിൽ ഇവർക്ക് വെറും 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവര് വന്ന് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി, ഒരു ജാടയും ഇല്ലാതെ, ഒരു പ്രഭയും ഇല്ലാതെ, താരജാടയും ഒന്നുമില്ലാതെ അവർ വന്ന് സുഖമായിട്ട് എന്ത് ചെയ്യും, വന്ന് ഉദ്ഘാടിച്ചിട്ട് പോകും. അതിന്റെ പുണ്യം കൂടി കിട്ടും നമുക്ക്, ഈ ചെയ്യുന്നവർക്ക് അല്ലെ. അവരുടെ കുടുംബം ഒരു പാവപ്പെട്ട കുടുംബത്തെയാണ് നമ്മൾ പൊക്കിക്കൊണ്ടുവരുന്നത്, അതിന്റെ പുണ്യം കിട്ടും. അതുമല്ല ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൈറലായ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കൂടുതൽ ഈ മൊണാലിസയെ കാണാൻ വേണ്ടിയിട്ട് ജനം തടിച്ചു കൂടും എന്നുള്ളതിന് ഏറെ സംശയമൊന്നും വേണ്ട. അത്രയ്ക്ക് ആൾക്കാർ ഈ മൊണാലിസയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും ആദ്യമായിട്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും വൈറലായ ഒരു പെൺകുട്ടി കേരളത്തിലേക്ക് വരാൻ പോകും, അതും കാലിക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ബോച്ചയുടെ ആ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള തീരുമാനം മറ്റൊരു മാറ്റത്തിലേക്ക് നമ്മൾ നയിക്കുന്നു. അതുമല്ല, ഈ ഹണി റോസിന് കിട്ടിയ ഒരു അടി പോലെ ഹണി റോസിന് പകരക്കാരായിട്ട് വരുന്നത് ആരാണ്? മറ്റാരുമല്ല, ഒരു നാടോടിക്കാരിയാണ് അല്ലേ. ഒരു നാടോടിയാണ് ഈ പറയുന്ന പിന്നീട് ഹണി റോസിന് പകരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.